വൈകുന്നേരം പണികളൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് 2 വലിയ ആവോലിയും കൊണ്ട് തന്ന് നല്ലൊരു പണി തന്നത്. അപ്പോൾ മഴ മാറി നിൽക്കുന്ന സമയമായിരുന്നു. എനിക്ക് അകത്ത് വെച്ച് മീൻ നന്നാക്കാൻ ഇഷ്ടമല്ല. അപ്പോൾ വേഗം പുറത്തേക്ക് കൊണ്ടുവന്ന് അലക്കലിൻ്റെ അവിടെ കൊണ്ടുവന്ന് വേഗം നന്നാക്കാനായിരുന്നു. ഒരു 1.5 മണിക്കൂർ എടുത്തിട്ട് കുറച്ച് മഴയൊക്കെ കൊണ്ട് അടിപൊളിയായിട്ട് മീൻ നന്നാക്കി കയറി. അങ്ങനെ ഉപ്പും മഞ്ഞപ്പൊടി മുളക് പൊടിയൊക്കെ തിരുമ്പി വേഗം മസാലയൊക്കെ കൂട്ടി മീൻ അടുപ്പത്ത് കുറച്ച് വറക്കാൻ വെച്ചു. ബാക്കിയുള്ളത് ഫ്രീസറിലേക്ക്. കുറേ മീനുള്ള കാരണം നമുക്ക് ബോക്സുകളിലാക്കി ഫ്രീസറിൽ വെക്കാം. 2-3 ബോക്സ് ഫ്രീസറിൽ കയറ്റി വെക്കാം, ഒരു ബോക്സ് താഴെ വെക്കാം. പിന്നെ തീരുന്നതനുസരിച്ച് ഫ്രീസറിൽ നിന്ന് ഇറക്കി താഴെ വെക്കാം. അങ്ങനെ ഇപ്പോഴത്തേക്കുള്ള മീൻ വേഗം ചടപടോ എന്ന് വറക്കാൻ വെച്ചു. കാരണം എനിക്ക് നനഞ്ഞ് നിൽക്കണ കാരണം ഭയങ്കര അസ്വസ്ഥതയാണ്. ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം കുളിക്കാൻ പോകുക. അതിൻ്റെ ഇടയിൽ കുറച്ച് മത്തയുടെ ഇല കെട്ടിയാൻ പറിച്ച് തന്നു. അപ്പോൾ അത് തോരൻ വെക്കാനായിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ബോക്സുകളിലാക്കി കണ്ടാവും. എന്തെങ്കിലും ഒരു പണി കഴിഞ്ഞാൽ സഹായിക്കാത്ത ആൾക്കാരായിട്ടാ. ആവശ്യമില്ലാത്ത എല്ലാ പണിയിലും ഇവർക്ക് കൈ കടത്തിയില്ലെങ്കിൽ ഒരു സമാധാനക്കേടാ. അപ്പോൾ അങ്ങനെ ബോക്സുകളാക്കി അവ എടുത്ത് വെക്കാന്ന് പറഞ്ഞാൽ ഫ്രീസറിൽ എടുത്ത് വെച്ച് 3 ബോക്സ് ഫ്രീസറിലും 1 ബോക്സ് ഫ്രിഡ്ജിലും വെച്ചു. അങ്ങനെ വേഗം പോയി കുളിച്ച് വന്നു. വൈകുന്നേരം ചോറുണ്ടപ്പോൾ കിട്ടിയാൽ പറഞ്ഞു, നീ അടിപൊളിയായിട്ട് മീൻ വെട്ടിണ്ടല്ലോ, നമുക്ക് ഒരു മീൻ കട ഇട്ടാലോ എന്ന്. പക്ഷേ ഞാൻ സൂപ്പറായിട്ട് വെട്ടിയിട്ടുണ്ട് കേട്ടോ. മഴ കൊണ്ടിട്ടായാലും അടിപൊളിയായിട്ട് മീൻ വെട്ടിയ. അത് കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഒരു പ്ലേറ്റ് ചോറുണ്ടു. നമ്മൾ വെട്ടിയ മീൻ കൂട്ടി ചോറിനാന്ന് പറയുന്നത് അടിപൊളിയായിട്ടാ. അപ്പം അത്രയുള്ള ബൈ.